ഹായ്, റഫീഖാണ്. റഫീ മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. കഞ്ചിക്കോട് റോഡിന് ഹൈവേയിൽ നിന്ന് വെറും വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമുള്ള 1200 സ്ക്വയർ ഫീറ്റ് 2 BHK ഒരു കിടിലം വീടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് പാലക്കാട് നിന്ന് വരുന്ന ഹൈവേ സിഗ്നൽ, പാലക്കാട് നിന്ന് വരുന്ന നേരെ നമുക്ക് ഇവിടുന്ന് കോയമ്പത്തൂർ പോകുന്ന ഹൈവേ ആണ് അല്ലേ. ഈ ഹൈവേ നിന്ന് വെറും വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുന്ന 1200 സ്ക്വയർ ഫീറ്റ് 2 BHK വീട്. കിടിലം വീടാണ്. നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി വീട് തന്നെയാണ്. വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ മലമ്പുഴ വെള്ളം ധാരാളം കിട്ടുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ആ പ്രോപ്പർട്ടി ഒന്ന് കാണാം. നമ്മൾ പറഞ്ഞ വീട് ഇതാണ്. ഇതിനകത്ത് വലിയൊരു ഗേറ്റ് ഉണ്ട്. അതല്ല നല്ല ഹൈറ്റ് രീതിയിലുള്ള വലിയൊരു മതിൽ കാണാം അല്ലേ. ഫ്രണ്ടേജ് നല്ല വീതിയുള്ള ഒരു ഫ്രണ്ടേജ് ആണ്. നമ്മൾ ഗേറ്റ് കയറി അകത്ത് കയറി കഴിഞ്ഞാൽ നല്ലൊരു സ്ലൈഡിങ് ഗേറ്റാണ്. നല്ല വിശാലമായ ഒരു സ്പേസ് തന്നെയാണ്. നല്ല സുന്ദരമായ ഒരു വീട് തന്നെയാണ്. ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മലമ്പുഴ വെള്ളമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്ക് 24 മണിക്കൂറും മലമ്പുഴ വെള്ളം ഈ ഭാഗത്ത് കിട്ടും. അതുപോലെ ഈ ഒരു സൈഡും നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഗേറ്റ്, കാർ പോർച്ച്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് നേരെ കാറ് ഇതിനകത്ത് കൊടുത്ത് കയറ്റാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കാറ് കയറ്റാം. അത്രയും സ്പേസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർഡനൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തും കാർ പോർച്ച് ചെയ്തിട്ട് ഈ ഭാഗത്തും ഗാർഡൻ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഫുൾ ഇൻ്റർലോക്ക്, വീടിൻ്റെ ചുറ്റും ഫുള്ള് ഇൻ്റർലോക്കാണ്. ഇത് മേലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കേസാണ് അല്ലേ. നമുക്ക് ടോട്ടലായിട്ടുള്ളത് 1200 സ്ക്വയർ ഫീറ്റ് 2 BHK ആണ്. കുഴപ്പമില്ലാത്ത സ്റ്റെയർ കേസും നല്ല സംഭവങ്ങളാണ്. ഇതിങ്ങനെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ അതുപോലെ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഫുള്ളായിട്ട് ഷീറ്റ് ഇവിടെ കാണാം. നമുക്കിവിടെ നോക്കിയാൽ വീടിന് ഫ്രണ്ടിൽ നല്ല ഗ്രീനറി ആയിട്ട് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ വീടിൻ്റെ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗം ഇവിടെ നോക്കിയാൽ 3 സ്പേസ് ഇവിടെ നോട്ട് ലാസ്റ്റ് വരെ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ആയിട്ട് ഇൻ്റർലോക്കാണ്. ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ സൈഡും വീടിൻ്റെ ചുറ്റും ഇൻ്റർലോക്ക് തന്നെയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു അലക്ക് കല്ല് കാണാം. ഇവിടെ നല്ല ഇൻ്റർലോക്ക് വരുന്നുണ്ട്. ഇത് വീടിൻ്റെ പിൻവശമാണ്. വീടിൻ്റെ പിൻവശത്തായിട്ട് ആലുവ അടുപ്പ് കാണാം. ഇതിൻ്റെ പിൻവശത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ആലുവ അടുപ്പാണ് ഉണ്ടാ. നമുക്ക് ആലുവ അടുപ്പായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സ്പേസ് ഉണ്ട്. ഈ സൈഡ് കാവ്യാണ് പാകിയിട്ടുള്ളതെങ്കിലും എല്ലാം നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതായത് അവിടുന്ന് പട്ടികളൊക്കെ അങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ നല്ല രീതിയിൽ നെറ്റുകൾ ആ ലാസ്റ്റ് വരെയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്പേസ് വരുന്നുണ്ട്. നല്ല കാർ പോർച്ചും നല്ല സംഭവങ്ങളാണ്. ഹൈവേ ആണ് അല്ലേ. നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് കഞ്ചിക്കോടാണ് അല്ലേ. ഇനി നമുക്ക് കാണേണ്ടത് സിറ്റ് ഔട്ട്, വീടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങളാണ്. നമുക്കതൊന്ന് കാണാം. നമ്മൾ ആ സൈഡ് കണ്ടു, ഈ സൈഡ് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തും ഫുള്ള് നെറ്റ് വെച്ച് സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. 1200 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുന്നത് അതിസുന്ദരമായ ഒരു വീട് തന്നെയാണ്. വെള്ളത്തിൻ്റെ സോഴ്സ് നമ്മൾ പറഞ്ഞു. വെള്ളത്തിൻ്റെ സോഴ്സ് മലമ്പുഴ വെള്ളമാണ്. എപ്പോൾ നോക്കിയാലും മലമ്പുഴ വെള്ളം നമുക്ക് വരും. വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് 24 മണിക്കൂറും മലമ്പുഴ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെ. നമുക്ക് മലമ്പുഴ വെള്ളം വരുന്നത് ഈ ടാങ്കിൽ ഫുള്ള് വന്ന് നിറഞ്ഞതിന് ശേഷം നമുക്ക് നേരെ മേലെ ടാങ്കിലോട്ട് അടിച്ച് കയറ്റാം. വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് അല്ലേ. ഇനി നമുക്ക് ബോർവെൽ ഇടണമെങ്കിൽ ബോർവെൽ ഇടാം. ബോർവെൽ ഇട്ടാലും ഏകദേശം ഇവർ പറയുന്നത് ഏകദേശം ഒരു 120-150 അടിയിലെത്തിട്ട് നമുക്ക് ധാരാളം വെള്ളം കിട്ടും. ഇവിടെ നല്ല സ്പേസ് ആയിട്ടുള്ള അടിപൊളിയായിട്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് അല്ലേ. നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. ഇങ്ങനെ വന്ന് പിന്നെ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തെക്ക് ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വീടുള്ളത് അല്ലേ. ഒരു സുന്ദരമായ സിറ്റ് ഔട്ടും സൗകര്യങ്ങളും ഇവിടെ കാണാം. നല്ല രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തുള്ള 2 ബെഡ്റൂമും വലിയൊരു ഹാള്, കിച്ചണും സൗകര്യങ്ങളും നമുക്ക് നോക്കാം. ഡോറ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് വലിയൊരു ഹാളാണ്. ഇതാണ്ട ഏകദേശം നല്ല സ്പേസുള്ള വലിയൊരു ഹാള് കാണാം. വലിയ ഹാളാണ്. ഇവിടെ നമ്മളിങ്ങനെ നോക്കിയാൽ TV ഇതും ഇവിടെ നേരെ പുറം ഭാഗമാണ്. വേണ്ട വലിയ ഹാളാണ്. ഈ വലിയ ഹാളിൽ നിന്ന്
നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ടാണ് 2 ബെഡ്റൂം ഉള്ളത്. ആദ്യം കയറുന്നത് ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടിയിലൊക്കെ നല്ല രീതിയിലുള്ള ടൈലൊക്കെ പാകിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. നല്ല സ്പേസ് ഉണ്ട്. ഏകദേശം വലിയ ബെഡ്റൂമാണ്, നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ വാൾഡ്രോബൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ബെഡ്റൂമായിട്ട് നമുക്ക് നോക്കാം. ഉണ്ടോ, നല്ല ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം ഒന്ന് അടുത്ത് ഇറങ്ങുന്നത് 2ാമത്തെ ബെഡ്റൂമിലോട്ടാണ്. ഇതിങ്ങനെ വന്നാൽ ഇവിടുന്ന് 2ാമത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. ഇതും വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. മരങ്ങളൊക്കെ ഫുള്ള് തേക്കാണ്. ഇനി നമ്മൾ പോകുന്നത് അടുക്കളയിലേട്ടാണ്. ഏകദേശം നമ്മൾ ഹാളിൽ നിന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് അടുക്കള. സ്ട്രെയിറ്റ് ആയിട്ട് അടുക്കളയിൽ ഇവിടെ ഒരു ഷോക്കേസ് കാണാം. ഇവിടെ നേരെ അടുക്കളയിലിട്ട് പോകാം. അടുക്കളയിൽ വന്നാൽ വലിയ ഒരു അടുക്കളയാണ്. ഇവിടെ നോക്കിയാൽ നല്ല വാൾഡ്രോബൊക്കെ ചെയ്തിട്ട് ഒന്ന് ആൾട്രേഷൻ ചെയ്യുകയാണെങ്കിൽ വലിയൊരു അടുക്കളയാണ്. ഈ അടുക്കളൻ്റെ അടുത്ത വശത്തായിട്ടാണ് ഈ ഭാഗത്താണ് ഒരു സ്റ്റോർ റൂം വരുന്നത്. ഇങ്ങനെ ഒരു സ്റ്റോർ റൂം നമുക്ക് ഏകദേശം നല്ലൊരു നോർമൽ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. പാലക്കാട് കഞ്ചിക്കോടാണ്. അപ്പോൾ കഞ്ചിക്കോട് ഭാഗത്ത് വീട് ചോദിച്ചിട്ടൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. ഇതൊക്കെ നല്ല വാൾഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അവിടെ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഈ കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറാണ്. നമ്മൾ പിൻവശം കാണിച്ചിരുന്നു, പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറ്. ഹൈവേയിൽ വണ്ടികൾ ഇങ്ങനെ ഒരുപാട് പോകുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ നമ്മൾ കണ്ട പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ നമ്മൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. 1200 സ്ക്വയർ ഫീറ്റ് 2 BHK. അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്, ഒരു കോമൺ ടോയ്ലറ്റ്. നമ്മൾ ബാക്കിൽ കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ബാക്കിൽ കോമൺ ടോയ്ലറ്റ് നല്ല ഗാർഡനൊക്കെ ആയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള ഹൈവേന്ന് വളരെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് 52 ലക്ഷം രൂപയാണ്. ചെറുതായിട്ടുള്ള നെഗോഷ്യബിൾ ഉണ്ടാവും അല്ലേ. ഇതിൻ്റെ അടുത്ത് ചർച്ചുണ്ട്, മസ്ജിദ് ഉണ്ട്, അമ്പലങ്ങളുണ്ട്, എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് കഞ്ചിക്കോടാണ്, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഈ ഭാഗത്തൊക്കെ ആവശ്യപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെടുന്ന നമ്പർ 7736350383. അതുപോലെ നിങ്ങൾക്കും ഇതുപോലുള്ള ഒരു പ്രോപ്പർട്ടി വിൽക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ റഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കിടിലം പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റഫീഖ് PKD. ബൈ.